നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നിന്റെ നാക്കിലും വാക്കിലും എന്നു മുതലാണ് ഇത്രയും വിഷം കലർന്നത്? നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എടാ പ്രണവ്, നീ ഇങ്ങനെയൊന്നും സംസാരിക്കുന്ന ആളെ അല്ലായിരുന്നല്ലോ. നിനക്കിത് എന്താ പറ്റിയത്? സോറി ആന്റി, പ്രണവ് ഇങ്ങനൊന്നും പറയാൻ പാടില്ലായിരുന്നു. പ്രണവിന് വേണ്ടി ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. എന്ത് വൃത്തിയുടെ ശിവാനി നീ കാണിക്കുന്നേ? മാപ്പി ചോദിക്കുന്ന അതിനർത്ഥം ഞാനിപ്പോ പറഞ്ഞത് തെറ്റാണെന്നല്ലേ? പ്രണവ് ഇനി എന്നെ തല്ലിയാലും ശരി, തെറ്റാണെന്ന് തന്നെ ഞാൻ പറയും. മിണ്ടിപ്പോരുന്നേ, നീ ഇപ്പൊ അവർക്ക് സപ്പോർട്ട് ചെയ്യണോ? പ്രണവ്, ഞാൻ ചോദിച്ചാല് എന്താണ് ഒരു തെറ്റ്? ഇയാളും ഞാനും ഒരുപോലെയാണോ? എന്റെ അമ്മയുടെ വയറ്റിൽ പിറന്നവനാണോ ഇവൻ? ഇവന്റെ അച്ഛൻ ആരാ അമ്മ ആരാന്ന് ആർക്കെല്ലാം അറിയാവോ? ശിവാനി, 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 എന്തിനാ ശിവാനി നീ ഇടയ്ക്ക് കയറിയത്? താൻ എന്റെ അമ്മയെ പോലെ എനിക്കെതിരെ തിരിക്കുമല്ലോ. തന്നെ ഞാൻ വെറുതെ വിടത്തില്ലടോ. എടാ, എന്തിനാ പ്രണവ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? ഇപ്പൊ സമാധാനം ആയല്ലോ നിനക്ക്? ഓരോരോ അതിമോഹമായിട്ട് ഇറങ്ങിക്കോളും. ഒരു തരത്തില് ഈ വീട്ടിൽ സമാധാനം ഉണ്ടാവരുതെന്ന് നിർബന്ധമാണോ നിനക്ക്? എനിക്ക് തല ഇറങ്ങുന്നു, ഞാനിപ്പോ വീഴും. എന്താ? എടാ, തലേന്ന് ശരിക്കും ബ്ലീഡ് ചെയ്യുന്നുണ്ട്. നീ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോ. ഹോസ്പിറ്റലിൽ പോ. സൂക്ഷിച്ചിട്ടും ഒരു പ്രശ്നം ഉണ്ടാവാതെ നോക്കാൻ നമുക്ക് പറ്റിയില്ലല്ലോ ഗൗതം. ഡോക്ടർ, അമ്മയ്ക്ക് കുഴപ്പമെന്തെങ്കിലും ഉണ്ടോ? ടെൻഷൻ കൊടുക്കരുതെന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ. തലനാഴിഴയ്ക്കാണ് ഓരോ സമയത്ത് രക്ഷപ്പെടുന്നത്. പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ ഡോക്ടർ? ഞാൻ പറയാം. എന്തായാലും ഒരു വിശദമായ ചെക്കപ്പ് വേണ്ടി വരും. ഞാനിപ്പോ വരാം. ഞങ്ങൾ അമ്മ കയറി കണ്ടോട്ടെ. പാർവതി അമ്മ അബോധാവസ്ഥയിലാണ്. മെഡിസിന്റെ മയക്കമുണ്ട്. എന്തായാലും കയറി കണ്ടോളൂ. ശരി ഡോക്ടർ. അമ്മേ, സർ പ്ലീസ് വിളിക്കണ്ട. ഇപ്പൊ ഉണരില്ല, മരുന്നിന്റെ മയക്കത്തില. ഒന്ന് പുറത്തേക്ക് നിൽക്കാമോ സർ? ബോധം വീഴുമ്പോ ഞാൻ വിളിച്ചോളാം. ഗൗതം, വാ. അമ്മയുടെ ഈ അവസ്ഥയ്ക്ക് ഒരു പരിധിവരെ നമ്മളും കാരണക്കാരാണ്. അബദ്ധമായി പോയി നമ്മളെ കാണിച്ചത്. ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടെന്നുള്ള വിവരം
നേരത്തെ തന്നെ നമ്മൾ അമ്മയെ അറിയിക്കേണ്ടതായിരുന്നു. എങ്കിൽ പിന്നെ അമ്മ തന്നെ കാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ വെച്ചനെ, സ്ട്രെയിനെ ഒഴിവാക്കിയനെ. നിർമ്മലാൻറ്റി എന്ത് പറയും? അമ്മയോട് കാര്യം പറയും. നീ ഒന്ന് സ്പീക്കറിലിട്ടെ. ഹലോ ആൻറ്റി. മോളെ, നിങ്ങൾ എത്താറായോ? ഗൗതമിനെ വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ. ഫോണ് സൈലന്റ് അമ്മേ. അതെ ആൻറ്റി, ഗൗതമിന്റെ ഫോൺ സൈലന്റിലായിരുന്നു, അതാ ശ്രദ്ധിക്കാഞ്ഞത്. അത് സാരല്ല, നിങ്ങൾ എപ്പോഴേക്കും എത്തും? ഞാൻ ദേ കരിമീൻ കറിയും പൊള്ളിച്ചതൊക്കെ ഉണ്ടാക്കി വെച്ച് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക. അതോ ഇതുവരെ ഇറങ്ങിയില്ലേ? അമ്മേ, അത് പിന്നെ ഇന്ന് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അമ്മേ. വരാൻ പറ്റും തോന്നില്ലെന്നോ? എന്തുപറ്റി? ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി. പാർവതി അമ്മയ്ക്കൊരു തലചുറ്റല്. അമ്മ ബോധം കെട്ടു വീണു. അയ്യോ, എങ്ങനെ? ഇപ്പൊ പാർവൻ എങ്ങനെയുണ്ട്? തൽക്കാലം കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞത്. സോറി ആൻറ്റി, ഇപ്പോ ഇതല്ലേ വലിയ കാര്യം. അതൊന്നും സാരമല്ല മോളെ. നിങ്ങൾ അവിടെ നിന്ന് പാറുവിന്റെ കാര്യങ്ങൾ നോക്ക്. ശരി ആൻറ്റി, വെക്കട്ടെ. ഈ ലോകത്തിലെ ഏറ്റവും ഗതികെട്ടവനാണ് ഞാൻ. പോറ്റമ്മയ്ക്ക് സന്തോഷം കൊടുക്കാൻ എനിക്കാവുന്നില്ല. 30 വർഷങ്ങൾക്ക് ശേഷം പോലും പെറ്റമ്മയെ സന്തോഷിപ്പിക്കാനും പറ്റുന്നില്ല. എന്തൊരു ഗതികെട്ട ജന്മം എൻ്റെത്. സങ്കടപ്പെടാതിരിക്കെ. ഒന്നും മനഃപൂർവ്വം അല്ലല്ലോ ഗൗതം. മനഃപൂർവ്വല്ലേ? ദൈവം വല്ലാത്തൊരു വരയായിപ്പോയി എന്റെ തലയിൽ വരച്ചത്. അങ്ങനൊന്നും പറയില്ല ഗൗതം, എല്ലാം ശരിയാവും. എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു നല്ല കാലം വരും നമുക്ക്. അമ്മ